നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തി നോ കോണ്ടാക്റ്റിലേക്ക് പോകാനുള്ള കാരണം എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എന്നെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഏത് തരം ബന്ധവും ആയിക്കോട്ടെ, ഇതിപ്പം മാരേജ് ആയാലും അല്ലെങ്കിൽ സീരിയസ് ആയ റിലേഷൻഷിപ്പ് ആണെങ്കിലും, അതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഈ വ്യക്തി നോ കോണ്ടാക്റ്റിലേക്ക് ബ്ലോക്ക് ചെയ്ത് പെട്ടെന്ന് പോയതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്താ കാരണം. നമുക്ക് അത് നോക്കാം കേട്ടോ. അപ്പോ ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം നമുക്ക്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. നോക്കട്ടെ, എന്താണ് ഈ നോ കോണ്ടാക്ട് ബന്ധത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിയേണ്ടത് ഭഗവാനെ? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇവിടെ ഒരു കാർഡാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ബാക്കി വീണെങ്കിലും മറിഞ്ഞില്ല ഇതൊന്നും. ഇവിടെ നോക്കട്ടെ, ഇനി കാർഡ് കുറച്ച് കാർഡ് കൂടെ വന്നിട്ടുണ്ട്. ഈ കാർഡുകൾ എപ്പോഴും ഒരു കൂടെ വീഴുന്ന കുറച്ച് കാർഡുകളാണ്. അത് ഞാൻ ഒപ്പം വെക്കുന്നത് കൊണ്ടല്ല, അത് നിങ്ങൾ കാണണം എന്നുള്ള കാര്യം വരുമ്പം അത് ഒരുമിച്ച് വരുന്ന കാർഡുകളാണ്. ആദ്യം വീണത് നിങ്ങൾ നോ എന്ന് പറയേണ്ട സമയത്ത് നോ എന്ന് പറയണം. എനിക്ക് പറ്റില്ല എന്ന് പറയണം. അത് പറയാൻ നമ്മൾ പഠിക്കണം. അയ്യോ അയാൾ എന്ത് വിചാരിക്കും, ഇയാൾ എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, സൊസൈറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ വിചാരിച്ച് അവസാനം കുഴിയിൽ നമ്മൾ ചെന്ന് ചാടും. അപ്പോ ഈ നമ്മളോട് സഹായം അഭ്യർത്ഥിച്ച് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം നമ്മളിൽ അടിച്ചേൽപ്പിച്ചവർ പോലും നമ്മളെ ചീത്ത പറയും, വഴക്ക് പറയും. കാരണം നിന്നോട് പറ്റില്ലെങ്കിൽ എന്തിനാ ഏറ്റെടുത്തത്? ശരിയാണ്, പറ്റില്ലെങ്കിൽ എന്തിനാ ഏറ്റെടുത്തത്? അതാണ്. അപ്പൊ പറ്റില്ല എന്നുള്ള സന്ദർഭത്തിൽ പറ്റില്ല എന്ന് പറയാൻ പഠിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ ടോക്സിക് ആണെന്നാണ് പറയുന്നത്. ഇത് ഡീടോക്സിഫൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ചെയ്ത തെറ്റുകളെല്ലാം തിരുത്താൻ ശ്രമിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം. അത് ഓക്കെ, തെറ്റ് കണ്ടില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ തന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾക്കും അറിയാം, നമ്മളെ കാണുന്ന ദൈവത്തിനും അറിയാം. അപ്പോ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യണം. ഇപ്പൊ ചിലരോട് നമ്മൾ തെറ്റ് ചെയ്തു, നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല, അല്ലെങ്കിൽ നമ്മളൊരാളോട് ഒരു കാര്യം പറഞ്ഞു, പിന്നീട് അയാൾ എന്തെങ്കിലും കാര്യത്തിന് അത് പറയുമ്പോൾ പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. അപ്പൊ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഈ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ മറച്ചു പിടിച്ചാലും അത് നമ്മളുടെ പുറകെ തന്നെ ഉണ്ടാവും എപ്പോഴും. അതെന്നെങ്കിലും നമുക്ക് ആ കടം വീട്ടേണ്ടി വരും. അത് ചിലപ്പോ നമ്മളുടെ സ്ഥിതി വളരെ പരിതാപകരമായി പോകുന്ന സമയത്താണ് നമ്മൾ വീട്ടേണ്ടി വരുന്നതെങ്കിൽ ജീവിതം വളരെ മോശമായിട്ട് മാറും. അപ്പോ നമ്മൾ അറിഞ്ഞുകൊണ്ട് കടങ്ങൾ വീട്ടിയേക്കുക. അടുത്തത്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പേടി മാറാൻ, എന്ന് വെച്ചാല് ഒരാളോട് ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും, മനസ്സിലായോ? നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അത് പറഞ്ഞാൽ അതിന്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കും എന്നോർത്ത് ടെൻഷൻ അടിച്ച് വെറുതെ കുഴിയിൽ പോയി ചാടുന്ന ആളുകളുണ്ട്. അപ്പോ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം നേർവഴി കാണിച്ചു തരാൻ എന്ന് പറയുന്നുണ്ട്. അവസാനത്തെ കാർഡ് ഡിസ്ട്രോയർ. നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതോടുകൂടി നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിയും. നിങ്ങൾക്ക് അതിൽ ഒരു കൺട്രോളും ഉണ്ടാകില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഡിസ്ട്രോയർ ആണ് വരുന്ന അവസാനം. നാശം, ഭയങ്കര നാശം. അതോടുകൂടി നിങ്ങൾക്ക് അതിലൊന്നും കൺട്രോൾ ഉണ്ടാവുകയില്ല. അതോടുകൂടി നിങ്ങളുടെ ജീവിതം വളരെയധികം മാറിപ്പോകും. നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല നിങ്ങളെ. അങ്ങനത്തെ അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഇത്രയും കാർഡുകളാണ് വന്നിരിക്കുന്നത്. ഇത്രയും അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പേടിപ്പിക്കാറുള്ളൂ നമ്മളെ, ഇങ്ങനത്തെ കാർഡുകളൊക്കെ കൊണ്ടു തന്നിട്ട് കേട്ടോ. അത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ നേർവഴിക്ക് നയിക്കാനാണ്.
നമ്മൾ പാഠങ്ങൾ പഠിച്ചിട്ട് ആ തെറ്റുകൾ പിന്നീട് ആവർത്തിക്കരുത്. മനസ്സിലായി? നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന എക്സ്പീരിയൻസ് പിന്നെയും പിന്നെയും നമ്മൾ ആ എക്സ്പീരിയൻസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സ്പീരിയൻസിൽ നിന്ന് ഒന്നും പഠിച്ചില്ല എന്നാണ് അർത്ഥം. അപ്പോ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ആവർത്തിക്കില്ല. കാരണം നമുക്കറിയാം അതിന്റെ പരിണിത ഫലം ഇതായിരിക്കും. അപ്പൊ പിന്നെ എനിക്ക് അതിലൂടെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനത് ആവർത്തിക്കില്ല എന്ന് ചിന്തിക്കുന്നവരും, അതല്ല അതിൽ നിന്നൊന്നും പഠിക്കാനില്ല, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു എന്നിട്ട് എന്തുണ്ടായി, ഒന്നും ഉണ്ടായില്ല, ഞാൻ ഇപ്പോഴും അതേ കഷ്ടപ്പാട് പിന്നെയും പിന്നെയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് നമ്മള് പ്രശ്നങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ട് അത് വീണ്ടും നമ്മൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്. പോട്ടെ, നമുക്ക് കാർഡിന്റെ ടാരോ റീഡിംഗ് തുടങ്ങാം. ഈ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഈ വ്യക്തി, നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ ആയിരുന്ന സമയത്ത് അവരുടെ എനർജി എന്തായിരുന്നു, അതാണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്റ്റിൽ പോയതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളും അവരും തമ്മിലുള്ള പാസ്റ്റ് ആണ് നമ്മൾ അവലോകനം ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇവിടെ കുറച്ചധികം കാർഡ് വന്നിട്ടുണ്ട്. അവരുടെ പാസ്റ്റില് അവര് എന്തോ ഒരു തീരുമാനമെടുത്തു ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് രണ്ടുപേരും വളരെയധികം സ്നേഹിച്ചിരുന്ന, വളരെയധികം നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിരുന്ന, നിങ്ങൾ രണ്ടുപേരും വളരെ സ്വരുമയോട് പോയിരുന്ന ആളുകളാണ്. പെട്ടെന്നാണ് ഈ വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ട് പോയി കളയുന്നത്, മാഞ്ഞു പോയ പോലെ. എവിടെ പോയി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഫോൺ നമ്പർ വിളിക്കുമ്പോൾ അത് പോകുന്നില്ല, മിക്കവാറും ബ്ലോക്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി ആ ഫോൺ നമ്പർ മാറ്റിയിട്ടുണ്ടാവാം. മനസ്സിലായോ? ഈ വ്യക്തിയുടെ അഡ്രസ്സിൽ ആളെയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്രസ്സ് അറിയില്ലായിരിക്കും. എങ്ങനെ ഈ വ്യക്തി തപ്പി നടക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. എന്തായാലും വളരെയധികം സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിച്ചിരുന്നു. പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം നടന്നു, അത് നിങ്ങളോട് തുറന്ന് പറയാൻ പറ്റില്ല. നിങ്ങളോട് പറയാതെ നിങ്ങളുടെ കൂടെ നിൽക്കാനും പറ്റില്ല, കാരണം കുറ്റബോധം. അപ്പൊ അതുകൊണ്ടും കൂടിയിട്ടാണ് ഈ വ്യക്തി സ്ഥലം വിട്ടത്. കാരണം ഇവിടെ ഇതൊരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്ന് വെച്ചാൽ, നിങ്ങളെ ഉപേക്ഷിച്ചാല് നിങ്ങളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമായിരിക്കുമെന്ന് വളരെ ബോധമുള്ള ഒരു വ്യക്തിയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ കുറ്റബോധത്തോടു കൂടി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല, നിങ്ങളോട് നുണ പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെ എടുക്കും എന്നും ഈ വ്യക്തിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇത് വളരെയധികം നല്ലൊരു ബന്ധമായിട്ട് പോലും ഈ വ്യക്തി അത് വേണ്ട എന്ന് വച്ച് പോയതെന്നാണ്. ആ ഒരു എനർജിയിലായിരുന്നു. അപ്പോ വളരെയധികം വിഷമത്തോടെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയതെന്നാണ് പറയുന്നത്. എന്തായിരുന്നു ആ അവസ്ഥ? എന്തവസ്ഥയിലാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ പോകേണ്ടി വന്നത്? എന്തായിരുന്നു അവസ്ഥ? ഈ വ്യക്തി ശരിക്കും പറഞ്ഞാല് ഒരു വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നു. സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടികളൊക്കെ ഉള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, മാരേജിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ നിങ്ങൾ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആയിരുന്നിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നിരിക്കാം ഈ വ്യക്തി മാരീഡ് ആണ് ഓൾറെഡി എന്ന്. കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നിരിക്കാം. എങ്ങനെയോ നിങ്ങൾ തമ്മിൽ, കാരണം രണ്ടുപേരും വളരെയധികം നിങ്ങൾ തമ്മിൽ ഒരു ഒരു സോൾമേറ്റ് കണക്ഷൻ, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ആയിരുന്നു. അപ്പൊ രണ്ടുപേർക്കും അതിൽ കൺട്രോൾ ഇല്ല. നിങ്ങൾ ചിലപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരാളായിരുന്നു, സിംഗിൾ ആയിരുന്നിരിക്കാം. ആ വ്യക്തി സിംഗിൾ അല്ലായിരുന്നു, നിങ്ങളെക്കാളും കുറച്ച് പ്രായത്തിൽ മുതിർന്ന ഒരാളായിരുന്നു. നിങ്ങൾക്ക് വളരെ സപ്പോർട്ടായിരുന്നു, നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയ ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വ്യക്തി ഓൾറെഡി മാരീഡ് ആയിരുന്നു. അപ്പൊ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോ ഈ വ്യക്തി കുറച്ച് നാളൊന്ന് ബ്രേക്ക് ആയിട്ട് മാറി. ഇപ്പൊ ചില സമയത്ത് നമ്മൾ ഒരു വാശിക്ക് മീൻസ് എനിക്കൊരു ബ്രേക്ക് വേണം, ഞാൻ എന്റെ ജീവിതം ജീവിക്കാൻ പോകുകയാണെന്നൊരു മൂഡിൽ നമ്മൾ മാറും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. നിങ്ങൾ ചോദിച്ചിട്ടും ഉണ്ടാവില്ല വ്യക്തി മാരീഡ് ആണോ എന്ന്. വ്യക്തി വ്യക്തമായിട്ട് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടും ഉണ്ടാവില്ല. അപ്പോ നിങ്ങളോട് ചിലപ്പോ അത്ര സീരിയസ് ആവും എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ഈ ബന്ധം തുടങ്ങിയത്. ഇതൊരു ബന്ധം അത്രേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനത്തെ ഒരു കാര്യം. പക്ഷെ നിങ്ങളോട് കയറി സീരിയസ് ആയി, നിങ്ങളും കയറി സീരിയസ് ആയി. അപ്പോ രണ്ടുപേരും കയറി സീരിയസ് ആയപ്പോ ഇതിന് ഒരു ഭാവി വേണമല്ലോ.
അല്ലെ? അപ്പോ ഭാവി എന്ന് ചിന്തിച്ചപ്പോ നിങ്ങളെ ചതിക്കാൻ പറ്റില്ല. നിങ്ങളോട് സത്യം പറയാനും പറ്റില്ല. സത്യം പറഞ്ഞാൽ ഈ വ്യക്തി ഒരു ചതിയനോ ചതിച്ച ഒരു സ്ത്രീയോ ആയി മാറും. അപ്പൊ നിങ്ങളുടെ കണ്ണിൽ ആ ഒരു വികാരം കാണാൻ പാടില്ല. എന്ന് വെച്ചാൽ ഈ വ്യക്തിയോട് ദേഷ്യമോ വെറുപ്പോ ഒന്നും കാണാനുള്ള ഒരു മനസ്സിനൊരു ഇതില്ലാതിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ വ്യക്തി, കാരണം അപ്പോഴേക്കും ഈ വ്യക്തിയെ ചിലപ്പോ വ്യക്തി വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന പോലത്തെ ഒരു എനർജി ആയിരുന്നിരിക്കാം. പക്ഷേ അവസാനം അവര് കണ്ടുപിടിച്ചു. കുറെ നാള് വ്യക്തി ഫൈറ്റ് ചെയ്തു. പക്ഷെ ഇത് ഒരു രക്ഷയില്ല, അവിടെ നിന്ന് പോരാൻ എന്ന് മനസ്സിലായപ്പോ ആണ് ആ അവസ്ഥയിലാണ് ഈ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത്. ഇത് ഏരീസ് സോഡിയാക് സൈൻ ആണ്, റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഇമ്പൾസീവ് ആയിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. എന്താ പറയാ, അങ്ങനെ ആരോടും അങ്ങനെ സീരിയസ് ആകുന്ന ഒരു എനർജി അല്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം ഉള്ളതുപോലെ ഒരു ഇത് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നഷ്ടബോധമാണ് ആ വ്യക്തിയുടെ. എന്ന് വെച്ചാല് നമുക്ക് വളരെ നല്ലൊരു സാധനം കിട്ടിയിട്ട് അത് നമ്മൾക്ക് അത് ഉപേക്ഷിച്ച് പോകേണ്ടി വരിക എന്ന് പറയുമ്പോ നമ്മൾ തിരിച്ചു പോകുന്ന സ്ഥലത്ത് അത്രയും ഹാപ്പിനെസ് ഇല്ലതാനും. എന്നാല് നമുക്ക് ഇവിടെ നിൽക്കാനും പറ്റില്ല. ആ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടേത്. ഓക്കെ, ഇപ്പൊ നിങ്ങളോടുള്ള വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ്? ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പൊ ഉള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയണം, നിങ്ങളുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം എന്ന് തന്നെയാണ് എല്ലാവരും. ഞാൻ ഇടയ്ക്ക് ഈ വ്യക്തി ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഇവിടെ എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് ഞാൻ ഇവരെല്ലാം ഉപേക്ഷിച്ച് ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. പക്ഷേ അത് നിങ്ങളോട് പറയണം, സത്യം മുഴുവൻ തുറന്ന് പറയണം, നിങ്ങളെ ഇനിയും കോണ്ടാക്ട് ചെയ്യണം, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നൊക്കെ ഈ വ്യക്തി ആലോചിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോ പ്രായപൂർത്തിയായ മക്കളൊക്കെ ഉള്ളപ്പോ നമുക്ക് ഇങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തമാശ കാര്യമല്ല ഇത്, മനസ്സിലായോ? അപ്പോ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഭാവിയെ ബാധിക്കും. ആൺകുട്ടികളാണെങ്കിൽ അവര് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും, അവര് ബഹളം ഉണ്ടാക്കും. കാരണം നമ്മൾക്ക് മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരാള് ഓൾറെഡി വിവാഹിതനാണ്, അല്ല വിവാഹിതയാണ്, നിറയെ സ്വത്തൊക്കെ ഉള്ള ആള്, നല്ല പൈസ ഉള്ള ആളാണെങ്കിൽ അയാള് വേറൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ അവിടെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ പ്രോപ്പർട്ടിയില് കുറെ ഭാഗം അവർക്കും പോകും. അത് മാക്സിമം ഒഴിവാക്കി എടുക്കാനായിട്ട് ആദ്യത്തെ ഭാര്യയോ ഭർത്താവോ കുട്ടികളോ ഒക്കെ ശ്രമിക്കും. അത് വളരെ നാച്ചുറൽ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടെ ഇവിടെ ഉണ്ട്. എന്നാലും നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളും ഇവരും തമ്മിലുള്ള ബന്ധത്തിൽ കുട്ടികൾ ഉണ്ടായാലും ഒന്നും അവർക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കാം ഈ വ്യക്തി. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളിലാണ്. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതെല്ലാം വിട്ടെറിഞ്ഞ് എല്ലാവരെയും ഫൈറ്റ് ചെയ്ത് എനിക്ക് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് എപ്പോഴും. പക്ഷേ എന്തെങ്കിലും ആക്ഷൻ ഈ ചിന്തയിൽ ഈ വ്യക്തി അടുത്ത് വല്ലതും എടുക്കുമോ? അതാണ് നമ്മൾ നോക്കുന്നത്. ഈ അടുത്ത് വല്ലം ഇങ്ങനെ ഒരു ചിന്തയുള്ള ഈ വ്യക്തി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? അതാണ് കുറെ കാർഡ്സ് വന്നതുണ്ടോ? ഇതെല്ലാം കൂടെ എടുക്കാൻ പറ്റില്ല. ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം. ഇതെല്ലാം കൂടെ നമുക്ക് കാർഡ് എടുക്കാൻ പറ്റില്ല. ഭഗവാനെ, എനിക്കൊരു 3 കാർഡ് മതി പ്ലീസ്. എനിക്കൊരു 3 കാർഡ് തരണേ, ഒരു 3 കാർഡ് തരണേ ഭഗവാനെ. ഒന്ന്, അത് കിങ് ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോർഡ്സ് റിവേഴ്സ് വന്നാൽ ഒരു ആക്ഷനും എടുക്കില്ല എന്നാണ്. കാരണം മനസ്സിൽ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവിടെ ഒരു 3 കാർഡാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് 3 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ വ്യക്തി ഒരു ആക്ഷനും എടുക്കാൻ ധൈര്യപ്പെടില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ വ്യക്തി ഒരു ആക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് പണി കിട്ടും. കാരണം നിങ്ങളെ തിരിച്ചറിയും ആളുകള്. ഇപ്പൊ ആർക്കും നിങ്ങളെ അറിയില്ല, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെയാണ്, ഈ വ്യക്തി ആരുടെ കൂടെ ആയിരുന്നു എന്ന കാര്യമൊന്നും അറിയില്ല. പക്ഷെ ഈ വ്യക്തി ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാല് നിങ്ങൾ ആരാണെന്ന് ഈ എല്ലാവർക്കും മനസ്സിലാവും. അത് പണിയാവും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു മൂവ്മെന്റ് ഒരു മേ ബി ഒരു 7 മാസം, ഈ വർഷം മിക്കവാറും ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അത് രണ്ടാമതൊരു റിലേഷൻഷിപ്പ് തുടങ്ങുമെന്നാണ് പറയുന്നത്, ഒരു 7 മാസത്തിനുള്ളില് കേട്ടോ. പക്ഷെ തൽക്കാലത്തേക്ക് അതില്ല. ഇത് വളരെ സീക്രട്ടീവ് ആയിരിക്കും. ഇതിലും ഒരു സ്റ്റാൻഡ് എടുക്കില്ല. ഈ വ്യക്തിക്ക് തന്നെത്താനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ കാണാതെ ഇരിക്കാൻ പറ്റില്ല
എന്നൊരവസ്ഥയിലേക്ക് ഈ വ്യക്തി വരുമ്പോഴാണ് ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നത്. അത് ഒരു 7 മാസം ഈ വർഷം ഉണ്ടാവും. പക്ഷേ അത് പിന്നെയും സീക്രട്ട് റിലേഷൻഷിപ്പിലേക്കാണ് പോവുക കേട്ടോ. അതിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടാവാനും കൂടെ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ കാര്യം ഈ വ്യക്തി എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുള്ളൂ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു കുട്ടി ഉണ്ടാവണം എന്ന് ഈ വ്യക്തിക്ക് വളരെയധികം ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കുട്ടി വേണം എന്ന്. നിങ്ങളുടെ വ്യക്തി ആണോ പെണ്ണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആക്ഷൻ എടുക്കും ഈ വർഷം. അത് വളരെ സ്ട്രോങ് ആയിരിക്കും. പക്ഷേ അതും സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും. ആരും അറിയരുത് എന്നൊരു നിർബന്ധമുണ്ട്. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണിത്. ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ സോഡിയാക് സൈൻസ് ആണ്. പിന്നെ ഉള്ളത് ഏരീസ് ആണ്. ഇത്രയും സോഡിയാക് സൈൻ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാണ്, പക്ഷേ ഒരു അബദ്ധം ആണ് പറ്റിയത്, എന്തെങ്കിലും ആവട്ടെ. അപ്പോ ടോക്സിക് ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ടോക്സിക് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും, എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും റിലേഷൻഷിപ്പില്. ഇനിയിപ്പോ ഈ വ്യക്തി വന്ന് നിങ്ങളുടെ കൂടെ താമസിച്ചാലും പരസ്യമാക്കാനോ നിങ്ങളൊരു ഭാര്യയായിട്ട് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനോ ഒരു ഭർത്താവായിട്ട് പരിചയപ്പെടുത്താനോ പരസ്യമായിട്ട് പറ്റില്ല. നിങ്ങൾക്കൊരു ഭാര്യ എന്ന ലേബലോ ഭർത്താവ് എന്ന ലേബലോ തരാൻ പറ്റില്ല. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പൊ ഇവിടെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ തിരിച്ച് മീൻസ് വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്, അതും നിങ്ങൾ തമ്മിലൊരു കാർമിക് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടുമാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് ഈ വ്യക്തി. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.